എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ചയായിരുന്നു. സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴത്തും പോലെ തന്നെ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൽ മെയിൻലി ഗോൾഡ്, പിന്നെ ക്രിപ്റ്റോ, ഇതിനകത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് ഓപ്ഷൻസാണ്. സെൻസെക്സ്, അതേപോലെ തന്നെ നിഫ്റ്റി. ഓക്കെ, സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ നമ്മൾ സെൻസെക്സ് ആയിരിക്കും, അതേപോലെ തന്നെ ബുധനാഴ്ചയും സെൻസെക്സിൻ്റെ ലെവൽസ് ആയിരിക്കും നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. അതേപോലത്തെ ബാക്കി എല്ലാ ദിവസങ്ങളും നിഫ്റ്റിയുടെ ലെവൽസ് ആയിരിക്കും കൊടുക്കുന്നത്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വോളിയം പ്രൊഫൈൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പാണ്. അവിടെ നമ്മൾ ഡെയിലി നെക്സ്റ്റ് ഡേയിലേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് 2-3 ദിവസമല്ല, വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ച് അതിനകത്ത് അപ്ഡേറ്റ് വരുത്തി നമ്മുടെ രീതിയിൽ എത്തിച്ച വോളിയം പ്രൊഫൈലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഓൾറെഡി ഈ ഒരു ചാനലിൽ തന്നെ 30 മേലെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 4-5 മാസമായിട്ട് ഈ ചാനലിൽ ഇടുന്നുണ്ട്. അതിന് മുമ്പ് 1.5 വർഷമായിട്ട് നമുക്ക് വേറെ പഴയ ചാനലുണ്ട്, അതിനകത്തും വോളിയം പ്രൊഫൈൽ മാത്രമായിട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ അല്ല, മിനിഞ്ഞാന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ലെവൽ സെല്ലിംഗ് സോണാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താത്തോടത്തോളം കാലം ഈ സെല്ലേഴ്സ് ആക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മിനിഞ്ഞാന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ നമുക്ക് സെൽ സൈഡിലേക്ക് പുട്ട് ഓപ്ഷനിൽ നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ് ഇന്നലെ അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഇന്നലെ നമുക്ക് ഈ ഒരു ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആളുകൾക്ക് പോയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇന്നലെ എന്ത് ചെയ്തു, ഇവിടുന്ന് ഹെവി ആയിട്ടുള്ള പുട്ട് ഓപ്ഷനിൽ നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബുധനാഴ്ച. അതേപോലെ ഇന്ന് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൂവൊന്നും കാര്യമൊന്നുമില്ല. മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ആയത് അവിടെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, അല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. പക്ഷേ നമുക്ക് നമ്മളെ ലെവൽ വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഏത് സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാലും ഇന്ന് ആളുകൾക്ക് ട്രേഡ് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. മോസ്റ്റ്ലി ആളുകൾക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അപ്പ് സൈഡ് പോയി, ഡൗൺ സൈഡ് പോയി, അപ്പ് സൈഡ് പോയി, ഡൗൺ സൈഡ് പോയി. മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് മാർക്കറ്റ് ട്രേഡ് ചെയ്ത ടൈം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ എത്ര മണിക്കൂറുണ്ട്, ഓൾമോസ്റ്റ് 6 മണിക്കൂർ എന്ത് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിനകത്താണ് കളിച്ചിട്ടുള്ളത്, അല്ലേ? എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെ ചിലപ്പോൾ ഒരു 10 പോയിൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നമ്മളെ വോളിയം പ്രൊഫൈലിൽ വെച്ചിട്ടുള്ള ലെവൽസ് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ, ഞാനിത് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് മാത്രമാണ് ഞാനതിനെപ്പറ്റി പറയുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം ഓക്കെ, അല്ലെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് വോളറ്റൈലായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ. ആ വീഡിയോ നിങ്ങൾ പ്രോപ്പറായി കണ്ട് പ്രോപ്പറായിട്ട് ലെവൽസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ചുമ്മാ വീഡിയോ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും എടുക്കുന്ന ടൈം അടക്കം നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കാണുന്ന ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി എന്താ പറയുക, കാണുക, അല്ലാത്ത ആളുകൾ കാണാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലെവൽ ഹോൾഡ് ചെയ്ത് ഈ ലെവലിന് താഴെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നു, അല്ലേ? ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ ആ ഒരു കറക്റ്റ് ഹൈ വരെ പോയി. ഓൾമോസ്റ്റ് എത്ര പോയി, നിങ്ങൾക്ക് ഒരു 10 പോയിൻറ്റ് റിസ്ക് എടുത്താൽ പോലും അവിടെ നിന്ന് ഒരു പുട്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് സെൻസെക്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 100 പോയിൻറ്റ് മിനിമം എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് ആ ലെവലിൽ നിന്ന്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ലെവലിൻ്റെ താഴെയാണുള്ളത്, സ്വാഭാവികമായിട്ട് ഇത് റെസിസ്റ്റൻസ് ആണ്. വൺസ് ഇത് ബ്രേക്ക് ചെയ്തു, അല്ലേ? ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു, 1 മിനിറ്റിലാണ് ബ്രേക്ക് ചെയ്തെങ്കിലും ഒരു 3-4 ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാർക്കറ്റിൽ എന്താണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൾ ഓപ്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സെൻസെക്സിൻ്റെ ഒരു കോൾ ഓപ്ഷന് 11:45 എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു 1:5 1:6, ഓക്കെ, ഏറ്റവും മിനിമം നിങ്ങൾക്കൊരു 1:6 എന്തായാലും ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? എത്ര പോയിൻ്റ് ഉണ്ട് നോക്ക്, ഏകദേശം ഒരു 4 പോയിൻറ്റിൻ്റെ റിസ്ക്കിലായിരിക്കും. ഏകദേശം 36 പോയിൻ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻസെക്സിൻ്റെ പ്രീമിയം എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വന്നു, സെക്കൻഡ് ടൈം വന്നു, തേർഡ് ടൈം വന്നു. അതിനുശേഷം മാർക്കറ്റ് വോളറ്റൈലായി ക്ലോസ് ചെയ്തു. പക്ഷേ നമ്മളെ വ്യൂ എന്ന് പറയുന്നത് സ്റ്റിൽ ബുള്ളിഷ് മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ നിങ്ങൾക്ക് ഇവിടെ തന്നതുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, വോളിയം പ്രൊഫൈലിൽ 2 സ്ട്രൈക്കാണ് കൊടുത്തത്. വീഡിയോ സഹിതം വോളിയം പ്രൊഫൈൽ വരക്കുന്ന സഹിതമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവർക്കെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ ലെവൽസ് കൊടുത്തു അവർക്ക് വോളിയം പ്രൊഫൈൽ വരച്ച് അവരുടെ ടൈം കളയണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് വീഡിയോ അടക്കം സഹിതമാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വോയിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാനത് ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും നമ്മൾ പ്രീവിയസ് ഡേയിൽ തന്നെ, മീൻസ് നാളെ ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് ഇന്ന് തന്നെ നമ്മൾ എല്ലാ ദിവസങ്ങളും കൊടുക്കാറുണ്ട്.
പക്ഷേ ഞാൻ മോസ്റ്റ്ലി ലെവൽസാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ സ്വന്തമായിട്ട് വോളിയം പ്രൊഫൈൽ കണ്ടുപിടിച്ച് വരച്ചോട്ടെ, അവർക്കും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ വോളിയം പ്രൊഫൈൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, വോളിയം പ്രൊഫൈലിൽ വരച്ചതടക്കമാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതായിരുന്നു ലെവൽസ്. ഓക്കെ, ഈ ലെവൽസാണ് ഉണ്ടായിരുന്നത് മാർക്കറ്റ് ഈ ലെവലിൻ്റെ മേലെ. കാരണം എന്ന് വെച്ചാൽ ഇത് റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലെവലിൻ്റെ മേലെ നമുക്ക് എന്താണ് ബുള്ളിഷാണ്. നമുക്ക് വാർണിങ്ങിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾ ഓപ്ഷനിൽ ഒരു ചാൻസ് വന്നു, ഈസി ആയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ലെവലിൽ വീണ്ടും വന്നു, ടാപ്പ് ചെയ്തു, പോയി. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഒന്ന് ക്ലോസ് ചെയ്തു, ഓൾമോസ്റ്റ് എത്രയാണ് 129 പോയിൻറ്റ്. രണ്ടാമത് മാർക്കറ്റിൽ വന്നു ഏകദേശം 80 പോയിൻറ്റ്. എസ് എൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് ഉണ്ട്, 15 പോയിൻറ്റ് എസ് എൽ. മൂന്നാമത് വന്നു മാർക്കറ്റിൽ 170 പോയിൻറ്റ്. നാലാമത് എവിടെ വന്നു, നാലാമത് ഇവിടെ വന്നു, ലാസ്റ്റ് ഒറ്റ ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. നാലാമത് വന്നു ഏകദേശം 466 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് കോൾ ഓപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലെവൽ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ പോലും ഈസി ആയിട്ട് നിങ്ങൾ 10 പോയിൻറ്റ് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 50 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ, അതേത് പ്രീമിയം ആണെങ്കിൽ ശരി. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല നിഫ്റ്റി, പക്ഷേ നമ്മളെ ലെവൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ എസ് എല്ലിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് 1:4 അബോ എല്ലാ ട്രേഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുട്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പുട്ട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 78,800 പുട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് ഓപ്പൺ ചെയ്തു, നമ്മളെ ഏരിയയിൽ വന്നിട്ടാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് റിജക്ഷൻ എടുത്തു. കാരണം ഓപ്പൺ ചെയ്ത് എവിടെയാണ്, നമ്മളെ ലെവലിൻ്റെ താഴെ. കോൾ ഓപ്ഷൻ എന്തായിരുന്നു, നമ്മളെ ലെവലിൻ്റെ മേലെയായിരുന്നു. പുട്ട് ഓപ്ഷൻ നമ്മളെ ലെവലിൻ്റെ താഴെയായിരുന്നു. 1, 2, 3, 4, 5 ക്യാൻഡിൽ എന്ത് ചെയ്തത്, നമ്മൾ താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് നമുക്ക് റെസിസ്റ്റൻസ് ആണ്. 340 മാർക്കറ്റ് എവിടെ വരെ വന്നു, 290 വരെ വന്നു. ഏകദേശം 15 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് ഒരു എസ് എൽ വരും ഈ ഒരു സോണിൽ. അപ്പോൾ മാർക്കറ്റ് എത്ര പോയിൻറ്റ് മൂവ് ചെയ്തു, ഏകദേശം 45 പോയിൻറ്റ് മാർക്കറ്റ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് നമുക്ക് ഇത് എന്താണ് സപ്പോർട്ട് സോണാണ്, ഇതും എന്താണ് സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് അതിന് കളിച്ച് നോക്കി, നമ്മൾ ലെവലിൽ കറക്റ്റാണ്. എത്ര മണി വരെ കളിച്ചു, ഓൾമോസ്റ്റ് 1:30 വരെ കളിച്ചു. പക്ഷേ എന്ത് ചെയ്തു, ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലിൽ ഇത്രയും വലിയ വിക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ കോൾ ഓപ്ഷനിലാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 340 ഇതിനകത്ത് ഇത് സെല്ല് ചെയ്യുക, ഇതിൻ്റെ ടാർഗറ്റ് 0 എന്നാണ് ഞാൻ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കാരണം ഞാൻ അപ്ഡേറ്റ് ഓരോ മിനിറ്റിൽ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഓരോ ചാർട്ടും. ഓക്കെ, കാരണം ഈ ലെവൽ ഇതിൻ്റെ താഴെ പോയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെവലിൻ്റെ താഴെ ഇത്രയും വലിയ വിക്ക് വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ഫാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രീമിയം 0 ആവാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, 336 പോയിൻറ്റ് നമ്മളത് ലെവലിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഏകദേശം എത്ര മണിക്കാണ്, 1:24. അപ്പോൾ 1:24 നിങ്ങളൊരു കോൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് 10-300 പോയിൻറ്റ് കോൾ ഓപ്ഷനിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈലിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ജസ്റ്റ് 2 ലെവൽസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്താണ് ഗ്യാപ്പായിട്ടാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ പറയുന്ന പോലെ വോളിയം പ്രൊഫൈൽ വരച്ചിട്ട് എല്ലാ ഗ്യാപ്പും കാര്യങ്ങളൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗ്യാപ്പ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഇനി ഇത് ലീക്ക് ആവാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്കറിയാം ഇത് നമ്മുടെ ട്രാപ്പ് സെറ്റപ്പാണ്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാപ്പ് സെറ്റപ്പാണ്. അതിനുശേഷം എവിടെയാണ് ട്രാപ്പ് സംഭവിച്ചത്, ഇതാണ് ട്രാപ്പ് സംഭവിച്ചതുകൊണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു, ട്രാപ്പ് ഏരിയയുടെ മേലെ ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റിന് മൂവ് കിട്ടി, ഏകദേശം 280 പോയിൻറ്റ് മൂവ് കിട്ടി. അതുകൊണ്ട് ട്രാപ്പ് ലെവൽ എന്ത് ചെയ്യില്ല, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് എന്താണ് 280 കൂട്ടിയോ നിങ്ങൾ, 250 എന്ത് ചെയ്തു, അത് 0 മാറി. അറ്റ്ലീസ്റ്റ് 280 പോയിൻറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്ത് ഡൗൺ ചെയ്ത് പോന്നിട്ടുണ്ട് ട്രാപ്പ് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ 0-0 സെറ്റപ്പിൽ ഈസി ആയിട്ട് നമുക്ക് സി സൈഡിലേക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പ്രോപ്പറായിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നു, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രേഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈലിൻ്റെ കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുത്തതാണ്. അപ്പം ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടില്ല, ധൈര്യമായിട്ട് വന്നിട്ട് കമൻറ്റിൽ പറയാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇത്ര പോയിൻ്റ് കിട്ടി എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവിടെ കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര ട്രേഡ് കിട്ടി എല്ലാം നിങ്ങളുടെ കഴിവാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച എന്താണ്, ആ പഠിപ്പിച്ച സെറ്റപ്പിൽ വരുന്ന ലെവൽസുകളാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത്. ആ ലെവൽസ് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നുള്ളൂ, ഷെയർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഗ്രൂപ്പിൽ വേറെ ലെവൽ കൊടുക്കും, യൂട്യൂബിൽ വന്നിട്ട് വേറെ ലെവൽ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം ഞാൻ എന്താണ് ഗ്രൂപ്പിൽ കൊടുക്കുന്നത് ആ സെയിം സാധനം തന്നെയാണ് കോപ്പി ചെയ്തിട്ട് ഞാൻ യൂട്യൂബിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിൽ നമ്മൾ തലേദിവസം ലെവൽ കൊടുക്കാറില്ല, ലൈവ് മാർക്കറ്റിൽ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ മാർക്കറ്റ് 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. പക്ഷേ ഗോൾഡ് എന്ന് പറയുമ്പോൾ 2:30 രാത്രി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ രാവിലെ മാത്രമാണ് പ്ലാനിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ്,
വോളിയം പ്രൊഫൈൽ എന്ന് കളയുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ട്രാറ്റജി ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്, അത് കോപ്പി അടിച്ചിട്ട് വേറെ സ്ട്രാറ്റജി അല്ല, ആ ഒരു പേരിൽ വീണ്ടും പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ആയി കളഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ നല്ല വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റും എവിടെയാണ് ട്രാപ്പ് സംഭവിച്ചിട്ടുള്ളതെന്ന് അല്ലേ. അപ്പോൾ ഇന്നലെ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്താണ്, നമ്മളൊരു സെറ്റപ്പ് ഉണ്ട്, അത് ഫെയിലാണ്. അപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു സെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു സോണിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. 40 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഞാൻ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു 57 സംതിങ്, 57 ആയിരുന്നു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 പോയിൻ്റാണ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 57 റേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓക്കെ, ഇതായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായത് ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റാണ് 83 എന്ന ലെവൽ, ഞാൻ ലെവൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാപ്പ് ലെവൽ. ആ ട്രാപ്പ് ലെവൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കറക്റ്റ് പോയിൻ്റ് അവിടെ നിന്നാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സെല്ല് വന്നിട്ടുള്ളത്. ഓക്കെ, ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1-2 പോയിൻറ്റ് ഈ ഒരു ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ നോക്കാം. ട്രാപ്പ് ലെവൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ലെവൽ തന്നെ റിജക്ഷൻ അടിച്ച് വരാറുണ്ട്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 16 പോയിൻറ്റ് ഈസി ആയിട്ട് അവിടെ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ സെറ്റപ്പ് നോക്കേണ്ട ആളുകൾക്ക് ഈ ഒരു സെറ്റപ്പിൽ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ബൈ സൈഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി സെല്ലാണ്, അപ്പോൾ റെസിസ്റ്റൻസ് ഈ 2 ലെവലുമാണ്. ഓക്കെ, ഇത് പക്ഷേ വാലിഡ് ആവുന്നത് രാത്രി വരെ മാത്രമേ ഉള്ളൂ. നാളത്തേക്ക് നമ്മൾ പുതിയ ലെവൽ മാർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ലെവൽ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വോളിയം പ്രൊഫൈലിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അതിനകത്ത് ഗ്രൂപ്പിനകത്ത് ആക്സസ് കാര്യങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങളൊന്ന് പഠിപ്പിക്കുന്നു വേറൊരു കാര്യം ഞാൻ പറയാറില്ല. എന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നത് ആ സെയിം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിനകത്തും പറയുന്നുള്ളൂ. ഗ്രൂപ്പ് ഓപ്പണാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാനും വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ബാക്കിയുള്ള ആളുകളെ പോലെ ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കാറില്ല. നമ്മൾ എന്ന് ട്രേഡിംഗ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ വോളിയം പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പ്ലാനും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ട്രാറ്റജിയും വർക്കിംഗ് ആണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിനകത്ത് മാറ്റം വരുത്തി കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യാനുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്ട്രാറ്റജി മാറ്റി അടുത്ത ആളുകളുടെ പുറകെ പോകും. അതാണല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സ്ട്രാറ്റജി ഡെയിലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ മിസ്റ്റേക്കുകൾ മാറ്റം വരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 3 വർഷം മുമ്പ് വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്കും ഇപ്പോഴും ഞാൻ അവർക്ക് അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വോളിയം പ്രൊഫൈൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ അവർക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ലെവൽസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗോൾഡിൻ്റെത്. പിന്നെ നിഫ്റ്റിയുടെ നാളത്തെ ലെവൽസ് ഞാൻ രാത്രി ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം ഗ്രൂപ്പിനകത്ത് കൊടുത്തതാണ്. വോളിയം പ്രൊഫൈൽ വെച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്